അബ്ദുൾ റഷീദ് ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. റഷീദ്, ജമ്മു കാശ്മീരിലെ ഷോപ്പിയാനിൽ ഏറ്റുമുട്ടലുണ്ടായി. അവിടെ സൈന്യം 2 ഭീകരരെ വധിച്ചു എന്ന വിശദാംശങ്ങൾ, വാർത്തകൾ പുറത്തേക്ക് വരുന്നു. എന്താണ് ഇത് സംബന്ധിച്ച് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ? ഒപ്പം കാശ്മീരിലെ ജനജീവിതം സാധാരണഗതിയിലേക്ക് വരികയാണ്. അവിടെ സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കാൻ ആരംഭിച്ചു. മടങ്ങിപ്പോയവരോട്, അതായത് സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് മാറി താമസിച്ചവരോടൊക്കെ തിരികെ എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ശാന്തി തീരത്തേക്ക് അടുക്കുകയാണ് ഈ താഴ്വര എന്ന് പറയുന്നത്. അപ്പോൾ ഏത് രീതിയിലാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ? വിനീഷ, ഈ പഹൽഗാം ഭീകരരുമായി ബന്ധപ്പെട്ടുള്ള തിരച്ചിൽ നടക്കുന്നതിനിടയിലാണ് ജമ്മു കാശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിലുള്ള കെല്ലർ വനമേഖലകളിൽ സുരക്ഷാ സേനയും അതോടൊപ്പം ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായിട്ടുള്ളത്. ഇതിൽ ഒരു ലഷ്കർ ഇ തൊയ്ബയുടെ ഭീകരനെന്ന് കണക്കാക്കപ്പെടുന്ന ഒരാളെ വധിച്ചതായി ഇപ്പോൾ സൈന്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ മേഖലയിൽ ഭീകര സാന്നിധ്യം ഉണ്ടെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് കർശനമായിട്ടുള്ള തിരച്ചിലുമായി സേനാ വിഭാഗങ്ങൾ മുന്നോട്ട് പോയത്. എന്തായാലും 2 ഭീകരർക്കായിട്ടുള്ള തിരച്ചിൽ തുടരുകയാണ്. ഈ വനാന്തരങ്ങൾ കേന്ദ്രീകരിച്ച ഇപ്പോൾ ഈ കൂടുതൽ സേനാ വിഭാഗങ്ങളെ വിന്യസിക്കുകയും അതോടൊപ്പം തിരച്ചിൽ ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ പാകിസ്ഥാനുമായിട്ടുള്ള വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടതിന് പിന്നാലെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഭീകരരുടെ ഭാഗത്തു നിന്നും രണ്ടാമതായിട്ടുണ്ടാകുന്ന ഒരു അത്തരത്തിലുള്ള ഒരു പ്രകോപന സമീപനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഈ വനാന്തര മേഖലകളിൽ നേരത്തെ തന്നെ സൈന്യം തിരച്ചിൽ തുടരുകയായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് ഭീകര സാന്നിധ്യമുണ്ടെന്ന് ഈ കെല്ലർ വനമേഖലകളിൽ കണ്ടെത്തിയത്. എന്തായാലും നിലവിൽ ഏറ്റുമുട്ടലിനിടെ ഒരാളെ അതായത് ഒരു ഭീകരനെ വധിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ മറ്റ് 2 ഭീകരർക്കായിട്ടുള്ള തിരച്ചിൽ ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജമ്മു കാശ്മീരിന്റെ മറ്റു മേഖലകൾ, നഗരപ്രദേശങ്ങൾ അടക്കം ഗ്രാമപ്രദേശങ്ങൾ അടക്കം ഇപ്പോൾ സമാധാന അന്തരീക്ഷത്തിലേക്ക് കടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടങ്ങളിലുള്ള, അതായത് ജമ്മു കാശ്മീരിലെയും മറ്റു അതിർത്തി മേഖലകളിലുള്ള സ്കൂളുകളൊക്കെ തന്നെയും ഇന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം നഗരപ്രദേശങ്ങളിലും കച്ചവട സ്ഥാപനങ്ങളൊക്കെ തന്നെയും സജീവമാണ്. ചില മേഖലകളിൽ വിനോദസഞ്ചാരികളും എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരവും ഇപ്പോൾ ചില പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അത്തരത്തിൽ എല്ലാ മേഖലകളിലും ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടവും വ്യക്തമാക്കുന്നത്. അതോടൊപ്പം ഈ അതിർത്തി മേഖലകളിൽ നിന്നും സുരക്ഷയുടെ ഭാഗമായി മാറ്റി പാർപ്പിച്ചിട്ടുള്ളവരോട് തിരിച്ചു വരാനുള്ള ഒരു നിർദ്ദേശവും ഇപ്പോൾ ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. പ്രധാനമായും ഉറി, അഖ്നൂർ തുടങ്ങിയിട്ടുള്ള മേഖലകളിലുള്ളവരാണ് കൂടുതലായും സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. ഇവിടെ 200-ലധികം കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിരുന്നു. ഇവരെ തിരിച്ചു വിളിക്കാൻ അല്ലെങ്കിൽ മടങ്ങി വരാനുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുകയാണ്. അത്തരത്തിൽ എല്ലാ മേഖലകളിലും ഇപ്പോൾ സജീവമായിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ജമ്മു കാശ്മീരിൽ മാത്രമല്ല, അമൃത്സറിലും അതോടൊപ്പം ഗുജറാത്തിലെ ചില മേഖലകളിലും അതിർത്തി പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളോട് മാറി താമസിക്കാൻ പറഞ്ഞിരുന്നു. ഇവരോടും ഇപ്പോൾ തിരികെ വരാനുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാജസ്ഥാനിലും സമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് തന്നെയാണ് കടക്കുന്നത്. വിനിഷ. ശരി, അബ്ദുൾ റഷീദാണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്. സമാധാനത്തിലേക്ക് പോകട്ടെ അതിർത്തി പ്രദേശങ്ങൾ.